ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഫിക്സസ് കോക്ടൈൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ചെമ്മീൻ ബ്രോസ്റ്റഡ് റെസിപ്പിയാണ് കേട്ടോ. ഇത് നമുക്ക് സ്നാക്കായിട്ടും സ്റ്റാർട്ടറായിട്ടും സൈഡ് ഡിഷായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചെമ്മീൻ ബ്രോസ്റ്റഡ് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ വാല് കട്ട് ചെയ്തിട്ടില്ല, വാല് കട്ട് ചെയ്യാണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തതാണ്. ഇതൊരു നടുത്തരം വലുപ്പമുള്ള ചെമ്മീനാണ് കേട്ടോ. അപ്പോൾ ഒരു വലിയ ചെമ്മീനാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഈ റെസിപ്പി. അപ്പോൾ എനിക്ക് കിട്ടിയത് ഒരു നടുത്തരം വലുപ്പമുള്ള ചെമ്മീനാണ്. ഇനി നമുക്കിതൊന്ന് മസാല തേച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തെടുത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. അപ്പോൾ അതൊരു കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ചെമ്മീനിലൊന്ന് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഇത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഒരു 4 മണിക്കൂർ വെച്ചില്ലെങ്കിലും ഒരു മിനിമം ഒരു മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഞാനിവിടെ മസാലയൊക്കെ തേച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതിൻ്റെ നടുക്ക് കൂടി ഒന്ന് കുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ചെയ്യുന്നത് ചെമ്മീൻ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചുരുണ്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതിൻ്റെ നടുക്ക് കൂടി ഇങ്ങനെ കുത്തി കൊടുക്കുന്നത്. അങ്ങനെ എല്ലാം ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പം ഞാനിത് രാവിലെയാണ് ക്ലീൻ ചെയ്ത് മസാല തേച്ച് ഫ്രിഡ്ജിൽ വെക്കുന്നത് രാവിലെയാണ് കേട്ടോ. പിന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് വൈകിട്ടാണ്. അപ്പം നമുക്ക് ചെമ്മീൻ ബ്രോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗളിലോട്ട് ഒരു മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അടുത്ത ബൗളെടുത്തിട്ട് അതിലോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ. ഇപ്പം നിങ്ങളുടെ കയ്യിൽ വെളുത്തുള്ളി പൗഡർ ഇല്ലെങ്കിൽ വെളുത്തുള്ളി ചെറുതാക്കിയിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി. പിന്നെ ഇതിലോട്ട് ചേർക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഈ ഉപ്പും കുരുമുളക് പൊടിയും മൈദയും കോൺഫ്ലോറും ഈ ഗാർലിക് പൗഡറും എല്ലാം നന്നായിട്ട് യോജിച്ച് കിട്ടുന്ന പോലെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുള്ള ചെമ്മീനുണ്ടല്ലോ, അത് ഓരോന്നായിട്ട് എടുത്തിട്ട് ആദ്യം മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഈ മൈദയുടെയും കോൺഫ്ലോറിൻ്റെയും മിക്സിലൊന്ന് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്യുക, പിന്നെ നന്നായിട്ട് തന്നെ ഈ മൈദയുടെ മിക്സിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ബ്രോസ്റ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്കിത് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രിപ്പിൽ എത്രയാണോ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്നത് അത്രയും മാത്രമേ ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ മറ്റേത് ഫ്രൈ ചെയ്ത് വരുമ്പോഴേക്കും ബാക്കി വന്ന കഴിയുമ്പോഴത്തെ കോട്ടിങ്ങൊക്കെ പോയിട്ടുണ്ടാവും. അതുകൊണ്ട് നമുക്ക് എത്രയാണോ ഫസ്റ്റ് ട്രിപ്പിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്നത് അത്രയും മാത്രം ആദ്യം മുട്ടയിൽ മുക്കിയിട്ട് മൈദയിൽ മിക്സിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ബാക്കി വരുന്നത് പിന്നെ ഇത് ഫ്രൈ ആയി വരുന്ന സമയം നമുക്ക് അങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ചെമ്മീനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് കേട്ടോ. തീർച്ചയായിട്ടും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും ചെമ്മീൻ ബ്രോസ്റ്റ്. നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ കഴിക്കുന്നതിലൊക്കെ. അപ്പോൾ അത്രയും കുറച്ച് ക്വാണ്ടിറ്റിയില്ലേ നമ്മൾ മേടിക്കുമല്ലോ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കണമെങ്കിൽ നമുക്ക് കൊതി തീരുന്നവരെ കഴിക്കുകയും ചെയ്യാം. നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ എന്നും ചെമ്മീൻ ഒരേപോലെയല്ല നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ചെമ്മീനെങ്കിലും മേടിക്കുമ്പോൾ കുറച്ചെടുത്തിട്ട് ആദ്യം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടാക്കാൻ വെക്കാം. അപ്പോൾ ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കുക. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കേണ്ട, ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം അത് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് നമുക്ക് ഓരോരോ ചെമ്മീനായിട്ട് ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം.
ഇട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ ഇട്ട് കൊടുത്തിട്ട് അപ്പം തന്നെ ഇളക്കി കൊടുക്കുമ്പോൾ അതിമത്തെ കോട്ടിങ്ങൊക്കെ ആ എണ്ണയിലൊന്ന് പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇളക്കി കൊടുത്തിട്ട് 2 സൈഡും നന്നായിട്ട് ബ്രൗൺ കളറാവുന്ന വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാൻ നോക്കുക. അപ്പോഴേ ആ ചെമ്മീനൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടുള്ളൂ. അപ്പോൾ കണ്ടോ ഇവിടെ നന്നായിട്ട് തന്നെ ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെമ്മീനൊന്നും ചുരുണ്ട് പോയിട്ടില്ല. നമ്മൾ ആ ടൂത്ത് പിക്ക് വെച്ച് ഇങ്ങനെ കുത്തി കൊടുത്തുകൊണ്ടാണ് ചെമ്മീൻ ചുരുണ്ട് പോകാണ്ട് നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ട്രിപ്പ് കോരിയിട്ട് ബാക്കി വന്നും കൂടി ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എഴുതിയിരിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നമ്മളുടെ അടിപൊളി ചെമ്മീൻ ബ്രോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ വരുന്നേരം. താങ്ക്സ് ഫോർ വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്, ടേക്ക് കെയർ.